ഹലോ, വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ് സ്റ്റോറി. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന കണ്ടൻറ്റ് അതല്ല. ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഒരുപാട് ക്രാഫ്റ്റേഴ്സ് ഇങ്ങനെ ഇതുപോലുള്ള ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിൽ പലർക്കും നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ട് അത് നമ്മൾ ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പർച്ചേസിങ്ങും നമ്മുടെ ഹാമ്പർ മേക്കിങ്ങും ഷിപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഏർണിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ പൈസയായി എന്ന് വരെ പറഞ്ഞ് കേട്ടവരുണ്ട്. അത് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഹാമ്പർ വർക്ക് ചെയ്യുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും. നമുക്കിതെങ്ങനെ ബഡ്ജറ്റ് പറയണം, അല്ലെങ്കിൽ എങ്ങനെ പർച്ചേസ് ചെയ്യണം, എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് ഒരാൾ ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ എൻക്വയറി വരുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് അവർ പറയുകയാണ് ഒരു 1000 റുപ്പീസാണ് അല്ലെങ്കിൽ 1000-ൻ്റെ ഉള്ളിലാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, 1000-ൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ഹാമ്പേഴ്സ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്താൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി അതല്ല, ഇപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെയാണ് ഒരു ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവരോട് ആ ഒരു ഐഡിയ നമുക്ക് തരാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പോൾ ഒരു വാളറ്റ്, ഒരു ഫ്രെയിം, ചോക്ലേറ്റ്സ്, ഒരു വിഷ് കാർഡ്, കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങുന്ന ബഡ്ജറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു എന്താ പറയുക അറിവ് വേണം. നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര ബഡ്ജറ്റ് ആവും, ഇത്രയും ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റ് വരിക എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഐറ്റത്തിൻ്റെ പ്രൈസും നമ്മൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഒരു പ്രോഫിറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് പറയാം. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ബഡ്ജറ്റ് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധമുള്ള എല്ലാ കസ്റ്റമേഴ്സും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്ന ഐറ്റത്തിൻ്റെ ബഡ്ജറ്റും ഏകദേശം ഒരു ബഡ്ജറ്റും നമ്മൾ പറയുന്ന ഹാമ്പറിൻ്റെ ബഡ്ജറ്റുമാണ് അവർ നോക്കുക. അപ്പോൾ അവർ പറയും ഓവർ പ്രൈസ്ഡ് ആണല്ലോ, അതാണല്ലോ എന്നൊക്കെ പറയും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഹാമ്പർ ബോക്സിൻ്റെ പ്രൈസ്, അതുപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏകദേശം വെയിറ്റും കാര്യങ്ങളൊക്കെ എത്ര വരും എന്ന് നോക്കിയിട്ട് അതിനൊരു മിനിമം ഷിപ്പിംഗ് ചാർജ് എത്രയാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പാക്കിംഗ് മെറ്റീരിയൽസിന് ഇപ്പോൾ തെർമോക്കോൾ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ഒരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് പറയാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു 2-3 ഓർഡേഴ്സ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓർഡർ കിട്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത്, ഷോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വെഹിക്കിൾ എക്സ്പെൻസ്, ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം കൂടി ആവറേജ് എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ഒരു എമൗണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞു, അതിൽ നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഈവൻ ഒരു 50 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 100 റുപ്പീസ് പോലും ബഡ്ജറ്റ് കിട്ടാത്ത കേസസ് വരും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് ഒരു ഷോപ്പിൽ നിന്ന്, അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് അല്ലാത്ത ഒരു ഷോപ്പിൽ നിന്ന് സ്ഥിരമായിട്ട് നിങ്ങൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഷോപ്പിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനോട് പറയാം. അപ്പോൾ ഇതുപോലെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസും ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് വേണ്ടവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കി ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം.